ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച 2-3 ക്ലിപ്പ് ഇൻക്ലൂഡ് ആക്കിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. 2 ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം അന്നത്തെ ദിവസം നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അതിരിക്കട്ടെ, നിങ്ങളുടെ വിശേഷം എന്താണ്? നമുക്കൊന്ന് ഗസ്റ്റായിട്ട് ഇവിടെ തനു ഉണ്ട് കേട്ടോ. തനു എന്ന് പറയുമ്പം അറിയാൻ പറ്റും, എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക്. ഇക്കക്കാടെ മോളാണ് കേട്ടോ, എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളാണ്. അപ്പം ഞങ്ങളിന്ന് കുറച്ച് പരിപാടിയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൾ ജസ്റ്റ് ഒഴിവ് ദിവസമായതുകൊണ്ട് കളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പൂയമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് മക്കൾ ഫോണിലൊക്കെ എപ്പോഴും നോക്കുന്ന സമയത്ത് അവരിങ്ങനെ എൻ്റെ മോന് പ്രോട്ടീൻ പൗഡറിൻ്റെ ഒക്കെ ആഡ് ഇങ്ങനെ കാണുമ്പോൾ പറയും കേട്ടോ. അവൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഉമ്മി ഇത് ഞങ്ങൾക്ക് മേടിച്ച് തരുമോ? അപ്പം ഞാനപ്പോൾ അത് കണ്ട സമയത്ത് മേടിക്കാമെന്നൊക്കെ കരുതി ഓൺലൈനിലൊക്കെ നോക്കിയ സമയത്ത് ഒരു 1000 രൂപേൻ്റെ താഴെയൊക്കെ വരുന്നുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ അത്. പക്ഷേ അപ്പം അത് അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഇത്ര റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പ്രോട്ടീനുള്ള ഐറ്റംസൊക്കെ വാങ്ങി വറുത്ത് പൊടിച്ച് നമുക്ക് തന്നെ ഒരു പൗഡർ ആക്കാമെന്ന് ഞാൻ കരുതി. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. ഈ കാണുന്നതൊക്കെ അതിൻ്റെ അകത്ത് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് എൻ്റെ ഇഷ്ടത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ യൂട്യൂബിലും അങ്ങനെയുള്ള കുറച്ച് സൈറ്റിലൊക്കെ പോയി നോക്കി എന്തൊക്കെയാണ് നമുക്ക് ഇതിന് പറ്റുന്ന ഐറ്റംസ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളുടെ അണ്ടിപ്പരിപ്പ്, പിന്നെ പിസ്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ബദാം, പിന്നെ നമ്മളുടെ ചെറുപയർ, പിന്നെ കുറച്ച് സീഡ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായി. അതായത് നമ്മളുടെ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്. ഈ കാണിക്കുന്നത് സൺഫ്ലവർ സീഡാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ചിയ സീഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയത് ഞവരരിയാണ് കേട്ടോ. ഞവരരി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബെനിഫിറ്റുള്ള സാധനമാണ്. അപ്പം അതും കൂടെ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ടൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നമ്മൾ നട്ട്സിൻ്റെ ബോളാക്കാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതാണ് കുറച്ച് ക്വാണ്ടിറ്റി അധികമായിട്ട് വാങ്ങിയത്. നട്ട്സ് ബോൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ വേറെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ റെഡി ആക്കിയിട്ടില്ല. ആക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓട്സ് എനിക്ക് സാധാ ഓട്സാണ് കിട്ടിയത്, അപ്പോൾ ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെന്താ നമ്മളുടെ നിലക്കടല, കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പാടെ ഞാൻ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2-3 ഏലക്കായും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് പാൽപ്പൊടിയും എന്താ പറയുക പുല്ലുപൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പുല്ലുപൊടി ഞാനിവിടെ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ റോ ആയിട്ടുള്ള പുല്ല് വാങ്ങിയിട്ട് മുളപ്പിച്ചിട്ട് നമ്മളത് ഉണക്കി പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർക്കാമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളുടെ പൊടി അവസാനം ഇങ്ങനെയാണ് കിട്ടുക. നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറും കിട്ടുമല്ലോ. മക്കൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ലാസ്റ്റ് മിക്സ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മളതൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഞാൻ അഥവാ വല്ല പൂപ്പിലോ വന്ന് പോയിട്ടുണ്ടെങ്കിലോ ഒന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഞണ്ട് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് റെഡിയാക്കാമെന്ന് കരുതി. ഇത് നമ്മളുടെ പുഴഞ്ഞണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ നോർമൽ ഞണ്ടിനെക്കാട്ടും ബലം കൂടുതലായിരിക്കും. നന്നാക്കി എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട് ഉമ്മയാണ് കേട്ടോ നന്നാക്കി തന്നത്. അങ്ങനെ അത് റെഡിയാക്കാനായിട്ട് തനു കൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആൾ ഇളക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നമുക്കിത് വേഗം റെഡിയാക്കി ഫുഡ് കഴിച്ചിട്ട് വേണം പൂയത്തിന് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. ഞാനപ്പോൾ വേഗം ആക്കാനുള്ള പരിപാടിയിൽ എളുപ്പപ്പണിയായിട്ട് ഞാൻ എല്ലാം അടിച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അരിയാനുള്ള സമയവും കുറവാണ്. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പോലെ തന്നെ അടിപൊളിയായിരിക്കും. തക്കാളി ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ചേർത്തിട്ടുണ്ട്. സവാള ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചേർത്തത്. പിന്നെ നോർമലി നമ്മളുടെ മസാലകളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. ടേസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മളുടെ കടൽ ഞണ്ടിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക പുഴഞ്ഞണ്ടിനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ കാലത്ത് നന്നാക്കി വെച്ച കാരണം കൊണ്ട് ഫ്രീസറിലാണ് വെച്ചിരുന്നത്. അപ്പം അത് നമ്മൾ വൈകുന്നേരത്തേക്ക് ആക്കാമെന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പം അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ പ്രാവശ്യം മോൻ്റെ ഹെയർ കട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായി. അപ്പം മോനാണെങ്കിൽ ഹെയർ ഒന്നും ഇപ്പോൾ കട്ടാക്കേണ്ട ഉമ്മ എനിക്ക് വളർത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ.
അങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു മാറ്റമൊക്കെ വന്നിട്ട് അവനിപ്പം പറയുന്നുണ്ട് അവന് മുടിയൊക്കെ വെട്ടണമെന്ന്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഹെയർ കട്ട് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം മുടി കൊണ്ട് വെട്ടിക്കണം. അപ്പോൾ വെട്ടുന്ന സമയത്ത് ഞാനൊരു ഹെയർ കട്ട് വ്ലോഗ് ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളുടെ ഞണ്ട് റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തിരക്കിലായി. ഞാനും മോനിക്കൊക്കെ വാരി കൊടുത്തിട്ട് ഞാനും കൂടെ വേഗം കഴിച്ച് റെഡിയാകാനായിട്ട് പോവാണ് കേട്ടോ. നമുക്ക് പൂയം കാണാനൊക്കെ പോകണ്ടേ. ഞണ്ട് കറിയാണെങ്കിൽ പിന്നെ മക്കളുടെ കാര്യം പറയണ്ട. അവർക്കത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴമ്പെടുത്ത് കൊടുക്കാതെ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഞങ്ങൾ വേഗം പോയി റെഡിയായി നമ്മൾ പൂയം കാണാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെന്ന സമയത്ത് കാവടിയൊക്കെ എന്താ പറയുക ഒരു 4 ഭാഗമായിട്ടാണ് ഈ ഒരു പൂയം നടക്കുന്നത്. 4 ഭാഗത്തുനിന്നും ഒരു ടീമുണ്ടാവും. അപ്പം വടക്കും ഭാഗം തെക്കും ഭാഗം അങ്ങനെ കുറച്ച് കറക്റ്റ് എനിക്കറിയത്തില്ല. അപ്പം അതിൽ ഏതോ ഒരു ഭാഗത്തിൻ്റെ പ്രോഗ്രാമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് നമുക്ക് കിടക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഇടയിൽ കൂടെ പോയി അവിടെ നിന്നിട്ട് നമുക്കൊന്നും കാണാനും പറ്റണില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി സ്റ്റെപ്പ് അവിടെ ഫുള്ള് ബിൽഡിംഗ് ആയതുകൊണ്ട് റോഡ് സൈഡിലല്ലേ, അപ്പം ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറി സ്റ്റെപ്പ് കയറി മുകളിൽ വന്ന് എന്താ ഓപ്പോസിറ്റ് നിൽക്കുന്നത് കണ്ടില്ലേ ആൾക്കാരൊക്കെ. അപ്പം അതുപോലെ നിന്ന് കാണുമ്പം ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പം അതാ കിഴക്കും ഭാഗമാണ് കേട്ടോ ഇത് അവിടെ എഴുതി വെച്ചേക്കുന്നത്. കണ്ടപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് ഇത് നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെയല്ലേ. കാവടി ഉണ്ട്, എന്താ പറയുക കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഓരോ ബാൻഡ് സെറ്റൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ പയ്യെ ഇറങ്ങാമെന്നൊക്കെ ഉള്ള ഇങ്ങനെ പ്ലാനിങ്ങിൽ നിൽക്കുമ്പോഴാണ് അടുത്ത ടീമിൻ്റെ പ്രോഗ്രാം വന്നത് കേട്ടോ. അതൊരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നേ. ചെണ്ടമേളാണ്. അത് ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും, അത്ര അടിപൊളിയായിരുന്നു. ഞാൻ നിങ്ങൾ വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കിട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണാം.
അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറഞ്ഞോളൂ. അപ്പോൾ എന്താ മുകളിൽ പോയി പൂട്ടുന്ന ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം കേട്ടോ. ഗാർഡനിങ് വീഡിയോസ് ഇടാൻ മറന്നിട്ടില്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് ഞാൻ പഴയ എനർജിയിൽ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുമാണെന്ന് എനിക്കറിയാം. പറയണത് കേട്ടാൽ തോന്നുന്നു ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന്, എന്നാലും ഉള്ളവർ എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പം നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.